ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് വീക്ക് സസ്പെൻഷന് നോമിനേറ്റഡ് ആയവർക്ക് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ ടാസ്ക്കാണ് നടന്നത്. കോൾഡ് വാർ എന്നാണ് ടാസ്കിന്റെ പേര്. നോമിനേറ്റഡ് ആയ കണ്ടസ്റ്റൻസ് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്ത അതേ ടീം തന്നെയാണ് ഇന്നും ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ടാസ്ക് ബസർ ടു ബസർ ആയിരുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ മാക്സിമം നമ്പർ ഓഫ് ഐറ്റംസ് ഫ്രിഡ്ജിന്റെ അകത്ത് നിറയ്ക്കുക എന്നതായിരുന്നു ടാസ്ക്. എല്ലാവരും വാശിയോടെ തന്നെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. മാക്സിമം നമ്പർ ഓഫ് ഐറ്റംസ് ഫ്രിഡ്ജിനകത്ത് നിറയ്ക്കാൻ അവരെല്ലാവരും ശ്രമിച്ചു. ബസറിന് ശേഷം ഐറ്റംസ് എല്ലാം കൗണ്ട് ചെയ്ത് പറയാൻ ബിഗ് ബോസ് അവരോട് പറഞ്ഞു. എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിന്റെ വക ഒരു ട്വിസ്റ്റ്. ഫ്രിഡ്ജിൽ വെക്കാവുന്ന സാധനങ്ങൾ മാത്രമേ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് പില്ലോസ്, ടൂൾ ബോക്സ്, ഡോൾസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്ന ഐറ്റംസ് മാത്രം കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. ബിഗ് ബോസിന് അത് ഭയങ്കര തമാശയായിരിക്കും. പക്ഷേ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഒരുമാതിരി ഭ്രാന്ത് പിടിക്കും. കാരണം അവിടെയുള്ളവർ ആരും ഒന്നും കോർഡിനേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല. ക്യാമറ ആംഗിളിന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് പോലും അവർ ചെയ്യുന്നില്ല. ഈച്ച കൂടുന്ന പോലെ എല്ലാത്തിൻ്റെയും പുറകെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, എണ്ണം തെറ്റിക്കും. അങ്ങനെ ആകെ ഒരു ഓർഡർ ഇല്ലാതെ മൊത്തത്തിലൊരു കലവിലാണ് അവിടെ. ഏതായാലും ബിഗ് ബോസ് പറഞ്ഞത് പ്രകാരം രണ്ടാമത് കൗണ്ട് ചെയ്തു. ക്യാപ്റ്റനായ ഷാനവാസിനെ കൊണ്ടാണ് കൗണ്ട് ചെയ്യിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഫ്രിഡ്ജിൽ നിറച്ചത് ഒനീലിന്റെ ടീമാണ്. 47 ഐറ്റംസ് നിറച്ചു. ഒനീലിന് 6 പോയിന്റാണ് ഇത്തവണ ലഭിച്ചത്. രണ്ടാമത് വന്നത് റെനയാണ്. 37 ഐറ്റംസ് നിറച്ചു, 5 പോയിന്റുകൾ ലഭിച്ചു. രേണുവിന്റെ ടീം ഫ്രിഡ്ജിൽ നിറച്ചത് 32 ഐറ്റംസ് ആണ്, 4 പോയിന്റുകൾ ലഭിച്ചു. 24 ഐറ്റംസ് ഫ്രിഡ്ജിൽ നിറച്ചുകൊണ്ട് അനീഷിന്റെ ടീമിന് 3 പോയിന്റ് ലഭിച്ചു. കലാഭവൻ സരികയുടെ ടീമിന് 23 ഐറ്റംസ് മാത്രമേ നിറയ്ക്കാൻ കഴിഞ്ഞുള്ളൂ, 2 പോയിന്റ്സ് ആണ് ലഭിച്ചത്. ശാരികയുടെ ടീമിന് വെറും 19 ഐറ്റംസ് മാത്രമേ നിറയ്ക്കാൻ സാധിച്ചുള്ളൂ, 1 പോയിന്റാണ് ലഭിച്ചത്. ഈ 2 ടാസ്കുകൾ കഴിഞ്ഞപ്പോൾ ടോട്ടൽ 11 പോയിന്റോടുകൂടി റെന 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന സരികയെ പിന്തള്ളി 9 പോയിന്റുമായി ഒനീലാണ് ഇത്തവണ 2ാം സ്ഥാനത്തെത്തിയത്. തന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിക്കാതെ 8 പോയിന്റുകളുമായി രേണു 3ാം സ്ഥാനത്താണ്. സരിക 7 പോയിന്റുകളുമായി 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അനീഷ് 1 സ്ഥാനം മെച്ചപ്പെടുത്തി 4 പോയിന്റുകളുമായി 5ാം സ്ഥാനത്തെത്തി. 5ാം സ്ഥാനത്തുണ്ടായിരുന്ന ശാരിക 1 സ്ഥാനം പിന്തള്ളപ്പെട്ട് 3 പോയിന്റുകളുമായി 6ാം സ്ഥാനത്തേക്ക് എത്തി. നിലവിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ സോണിലുള്ളത് ശാരികയും അനീഷുമാണ്. ഈ രണ്ടുപേരുമാണ് ഡെഡ് സോണിലേക്ക് പോകാനുള്ള സാധ്യത. മിഡ് വീക്ക് സസ്പെൻഷൻ ഉടനെ തന്നെ ഉണ്ടാകുമോ, അതോ ഇനിയും ടാസ്കുകൾ കൊടുത്ത് ഇവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം ലഭിക്കുമോ, ടീമിൽ എന്തെങ്കിലും അഴിച്ചുപണി നടത്തുമോ, ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക്